Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 27ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മോഡൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ടൊരു വീടിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് എങ്ങനെ വോളുകൾ കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഇപ്പോൾ കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കോളംസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ വോള് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എവിടം മുതൽ എവിടം വരെയാണ് വോള് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈസ്റ്റ് എലിവേഷനിലേക്ക് വരാം. ഈസ്റ്റ് എലിവേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 450 mm എന്ന് പറയുന്നത് ഗ്രൗണ്ട് തൊട്ട് ഫൗണ്ടേഷൻ വരെയുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫൗണ്ടേഷൻ മുതൽ നമുക്ക് ഫ്ലോർ ടോപ്പ് വരെയാണ് വോള് വരേണ്ടത്. അതായത് 2ാമത്തെ ലെവൽ മുതൽ 4ാമത്തെ ലെവൽ വരെയാണ് വരേണ്ടത്. നമുക്കിതിൻ്റെ ഹൈറ്റ് നോക്കാം. അതിനുവേണ്ടി ഇവിടെ അലൈൻ എടുത്തതിന് ശേഷം ഇവിടെ നേരെ നോക്കാം. 2900 mm വേണം നമുക്കൊരു വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ വോളിന് അല്പം ഒന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തായിരിക്കും ഫൗണ്ടേഷൻ നിൽക്കുന്നത്. ഈ വോൾ അതിനുള്ളിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു രീതിയിൽ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോൺക്രീറ്റ്, അതായത് റൂഫ് ടോപ്പ് കോൺക്രീറ്റിന്റെ തിക്നെസ് വരെയുള്ള ഹൈറ്റ് ആണ്. അത് ഈ ഒരു ഹൈറ്റിന് താഴേക്കായിരിക്കും കോൺക്രീറ്റിന്റെ വിഡ്ത്ത് വരുന്നത്. നമുക്ക് നോക്കാം. കോൺക്രീറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ലിൻറ്റിൽ ടു റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. ഓക്കെ, റൂഫിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കോൺക്രീറ്റ് ഉണ്ടല്ലോ, ആ കോൺക്രീറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 100 mm ആണ്. അതെങ്ങനെയാണ് വരുന്നത്? ഈ റൂഫ് ടോപ്പ് ഈ 800 mm മേളിലോട്ടല്ല, മൈനസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അതായത് താഴേക്ക്. ഇപ്പം അങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം റൂഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ തിക്നെസ് നമുക്ക് ഇതിലേക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് റൂഫിംഗ് ടൈമിന് നോക്കാം. ഓക്കെ, നമുക്ക് വോള് വരയ്ക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആർക്കിടെക്ചറിലേക്ക് വരണം. ആർക്കിടെക്ചറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ വോൾ സെലക്ട് ചെയ്യണം. വോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് വോൾസിൻ്റെ ടൈപ്പ് ഇവിടെ കാണിച്ചു തരും. നമുക്ക് ഇതിലെങ്കിലും ഒന്നും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വോൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു വോൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് 200 mm ആണ്. ബേസിക് വാൾ ജനറിക് 200 mm എന്ന് പറയുന്നൊരു ടൈപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ വേറെ ടൈപ്പുകൾ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഏതുകൊണ്ടെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വോൾ തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൻ്റെ എഡിറ്റ് ടൈപ്പിലേക്ക് പോകണം. എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഏതൊരു ഡ്രോയിങ് ചെയ്താലും അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു വോളിൻ്റെ തിക്നെസ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താണ്, 200 mm തന്നെയാണ് കിടക്കുന്നത്. നമ്മളെ വോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 mm ആണ്. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടി വരില്ല. എന്നാലും നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ തിക്നെസ്സിനകത്ത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എത്ര ആണോ വേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഞാനിവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി ഇത് 200 mm കിടക്കുന്നത്. ഓക്കെ, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഇതാണ് വോൾ വരയ്ക്കുന്നതിന് മുന്നേ ഉള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നീ മനസ്സിലാക്കേണ്ട ഈ പ്രോപ്പർട്ടീസിനകത്തുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.